ഹലോ ഗൈസ്, അനിമൽ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1172 എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ വീഡിയോയ്ക്ക് സൂപ്പർ താങ്ക്സ് ചെയ്തവരെ ഒന്ന് മെൻഷൻ ചെയ്യാം. EG5991 എന്ന് പറയുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ 2 പൗണ്ട് സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജോർജ് ബ്രോ, ഒരു വലിയ നന്ദി ഈ സപ്പോർട്ടിന്. എനിക്ക് വലിയൊരു മോട്ടിവേഷൻ ആണിത്. അടുത്തതായിട്ട് നമ്മുടെ മെയിൻ 2 സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള അനു MTZ2715 പിന്നെ ഫുൾ ബോയ് 10 രണ്ടുപേരും കഴിഞ്ഞ വീഡിയോയ്ക്ക് 40 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തുടരെയുള്ള സപ്പോർട്ടിന് ഒരു വലിയ നന്ദിയുണ്ട് ഗൈസ്. അതേപോലെ തന്നെ മാലിപ്സ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബറും ജോൺ വിക് 7899 എന്ന് പറയുന്ന നമ്മുടെ സബ്സ്ക്രൈബറും 40 രൂപ വീതം സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സപ്പോർട്ടിന് 2 മച്ചാന്മാർക്കും ഒരു വലിയ നന്ദി. അതേപോലെ തന്നെ ക്വാറന്റീൻ എക്സ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ 40 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹരീഷ് ബ്രോ, താങ്ക്സ് എ ലോട്ട് ഫോർ ദിസ് സപ്പോർട്ട്. ഇതിനോടൊപ്പം തന്നെ എൻ്റെ എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ്, ലൈക്ക്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന മറ്റെല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു വലിയ നന്ദി. എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും കഴിയാവുന്ന അത്രയും പെട്ടെന്ന് വീഡിയോ ഇട്ടേ പറ്റൂ എന്നും പറഞ്ഞ് മൈൻഡിനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ സപ്പോർട്ട് തന്നെയാണ്. സോ അപ്പോൾ അതുകൊണ്ട് അത് തുടരുക. വീഡിയോ ഇടുന്ന കാര്യം ഞാനും തുടർന്നോളാം. അപ്പോൾ ഇനി നമ്മൾ 6000 സബ്സ്ക്രൈബേഴ്സിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരല്ല ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. സോ ഗൈസ്, അപ്പോൾ നമുക്കിനി ഒട്ടും തന്നെ സമയങ്ങളായ നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ ബോൺഗ്ലേസ് അമ്മ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് കവർ ഫോട്ടോ. പുള്ളിയുടെ അടുത്തായിട്ട് കുറേ അരയന്നങ്ങൾ നിൽപ്പുണ്ട്. അതുങ്ങളും ആ മേക്കപ്പ് കിറ്റ് എടുത്തിട്ട് മേക്കപ്പ് ഇടുകയാണ്. ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഇപ്പോൾ ആ എലിവേറ്ററിൽ സണ്ടർലമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ടീമിനെയാണ് കാണിക്കുന്നത്. മുകളിലത്തെ സിറ്റുവേഷൻ എന്താണെന്ന് ഗബാൻ ന്യൂ ജയന്റ് വാരിയർ പൈറേറ്റ്സിനും അതേപോലെ തന്നെ സോറോയ്ക്കും സാഞ്ചിക്കും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഗബാൻ പറയുന്നുണ്ട് 3 ശത്രുക്കളെയാണ് നമ്മൾ നേരിടേണ്ടതായിട്ടുള്ളത്. ആൻഡ് അവന്മാരുടെ മിഷൻ എന്ന് പറയുന്നത് 10 ജയന്റ് കുട്ടികളെ ഇവിടുന്ന് കിഡ്നാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അവരെ ഇവിടുന്ന് ഹോളി ലാൻഡിലേക്ക് കടത്തിക്കൊണ്ടുപോയി അവരെ ബന്ദിയാക്കി വെച്ചിട്ട് നമ്മളെ അത് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഈ എൽബാഫ് വാരിയേഴ്സിനെ വേൾഡ് ഗവൺമെന്റിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന അടിമകളാക്കി മാറ്റാനാണ് അവരുടെ ഉദ്ദേശം. ഇതെല്ലാം കേട്ടിട്ട് ഇപ്പോൾ ഹാജറുദ്ദീൻ ചോദിക്കുന്നുണ്ട്, വെറും 3 ഹ്യൂമൻസോ ജയന്റ് വാരിയർ പൈറേറ്റ്സിനോ അല്ലെങ്കിൽ യാസാന് പോലും അവരെ തടയാൻ കഴിഞ്ഞില്ലെന്നൊക്കെ പറയുമ്പോൾ ഗബാൻ ഇപ്പോൾ പറയുന്നുണ്ട്, അതെ ഞാൻ തോറ്റുപോയി, എന്നോട് ക്ഷമിക്ക്, എനിക്കതിൽ ഒരു എക്സ്ക്യൂസും പറയാനില്ല എന്ന്. സാഞ്ചി ഇപ്പൊ ചോദിക്കുന്നുണ്ട്, ഇവർ ഈ തട്ടിക്കൊണ്ടുപോയത് ഇവിടുത്തെ കുട്ടികളെ ആണെങ്കിലും അവർ ജയൻസ് തന്നെയല്ലേ? സോ ആ സൈസുള്ള കുട്ടികളെ ഞങ്ങളുടെ സൈസുള്ള മനുഷ്യന്മാര് എങ്ങനെ കടത്തിക്കൊണ്ടു പോകാനാണ്? ഗബാൻ ഇപ്പൊ പറയുന്നുണ്ട്, ആ 3 ശത്രുക്കളിൽ ഒന്ന് ഒരു പെണ്ണാണ്. അവൾക്ക് ഇങ്ങനെ ഈ അമ്പ് വിടുന്ന പോലത്തെ എന്തോ ഒരു വ്യത്യസ്തമായിട്ടുള്ള പവറുണ്ട്. ആ അമ്പുകൾ പോകുന്ന ഡയറക്ഷനിൽ ആ കുട്ടികൾ സ്വമേധയാ നടക്കുകയാണ്. ആ അമ്പ് ഇപ്പോൾ പടിഞ്ഞാറൻ വില്ലേജിലുള്ള പോർട്ടിന് നേരെയാണ് കുട്ടികളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ചെന്ന് ആ പോർട്ടിൽ കിടക്കുന്ന കപ്പലിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ കിട്ടില്ല. അവിടെ തീരുമല്ല, അവർ കുട്ടികളെ കൊണ്ട് കടക്കും. റോഡ് ഇപ്പൊ ചോദിക്കുന്നുണ്ട്, ഓക്കെ, കുട്ടികൾ ആ ആരോയുടെ കൺട്രോളിൽ അത് പോകുന്ന റൂട്ടിൽ നടന്നു പോവാണ്, നമുക്ക് പോയി ബലം പ്രയോഗിച്ച് ആ കുട്ടികളെ തിരിച്ചു കൊണ്ടുവന്നൂടെ? ഗബാൻ ഇപ്പൊ പറയുന്നുണ്ട്, അതിലും ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ 3 ശത്രുക്കളിൽ ഒരുത്തനുണ്ട്, അവന്റെ പേര് സോമേഴ്സ് എന്നാണ്. അവനെ പറ്റി എനിക്ക് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയില്ല. പക്ഷേ അവനൊരു മുള്ളു മനുഷ്യനാണ്. അതായത് ഇബ നോമി തോൺ ഫ്രൂട്ടാണ് അവൻ കഴിച്ചിരിക്കുന്നത്. സോ അവന് കൂർത്ത മുള്ളുകളുള്ള വള്ളികൾ ഇഷ്ടാനുസരണം ഉണ്ടാക്കി വിടാം. ആ വള്ളികൾ ഇൻവിസിബിൾ ആക്കാനുള്ള പവറും അവനുണ്ട്. സോ അത്തരം വള്ളികൾ അവൻ കുട്ടികളുടെ ദേഹത്ത് ചുറ്റിയിരിക്കുകയാണ്. ഗേഡ് ഇപ്പൊ ചോദിക്കുന്നുണ്ട്, ഷോ അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവരെ പോയി എടുത്തോണ്ട് വരാൻ കഴിയാഞ്ഞതല്ലേ? ഓ, എന്തൊരു കഷ്ടമാണ്. ഗബാൻ ഇപ്പൊ പറയുന്നുണ്ട്, അതേന്നെ, ആ മുള്ളിനും വള്ളികൾക്കും ഒക്കെ ഇരുമ്പിന്റെ അത്രയും കട്ടിയുണ്ട്. സോ ഒന്നും നോക്കാതെ അവരെ ചെന്ന് പിടിച്ചാലും നമ്മക്ക് എന്തെങ്കിലും പറ്റുമെന്നുള്ളതല്ല. കുട്ടികൾ പരസ്പരം കുരുങ്ങിപ്പോയി ദേഹത്തെല്ലാം മുള്ളു കുത്തിക്കേറി മുള്ളംപന്നികളെ പോലെ ആയി പോവും. ഇതിനെല്ലാം പുറമെ ഈ 2 ശത്രുക്കളല്ലാതെ മൂന്നാമതൊരു നാറിയുണ്ടല്ലോ, അവന്റെ പവർ എന്ന് പറയുന്നത് അവന് കുട്ടികളുടെ പേടി സ്വപ്നമായ മോൺസ്റ്റേഴ്സിനെയൊക്കെ റിയൽ ആയിട്ട് കൊണ്ടുവരാൻ കഴിയും. സോ ഇപ്പൊ അങ്ങനെ കുറെ മോൺസ്റ്റേഴ്സ് എല്ലാം കൂടെ വന്നിട്ട് കുട്ടികളെ രക്ഷിക്കാനുള്ള നമ്മളുടെ ശ്രമങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്യുകയാണ്. ചുരുക്കി പറഞ്ഞാൽ പുറമേ നിന്നൊരാൾ കാണുമ്പോൾ പകൽ വെളിച്ചത്തിൽ കുറെ കുട്ടികൾ ഇങ്ങനെ മാർച്ച് ചെയ്തു പോവാണ്. അവരെ ഈസി ആയിട്ട് പിടിച്ചോണ്ട് വരാമെന്നൊക്കെ തോന്നും. പക്ഷെ ആർക്കും അവരെ സേവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇവന്മാർ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ 3 എണ്ണവും അവരുടെ പവേഴ്സ് വെച്ചിട്ട് സെറ്റ് ചെയ്ത ഒരു ഗെയിമാണിത്. ഇപ്പോൾ ഈ ഗബാൻ പറഞ്ഞതെല്ലാം കേട്ടിട്ട് ഹാജറുദ്ദീൻ പറയുന്നുണ്ട്, എന്തൊക്കെ വന്നാലും നമ്മൾ ഒരുമിച്ച് നിന്ന് ആ കുട്ടികളെ സേവ് ചെയ്തിരിക്കും. ഗബാൻ ഇപ്പോൾ പറയുന്നുണ്ട്, കുട്ടികളെ സേവ് ചെയ്യണമെങ്കിൽ ആദ്യം ആ 3 ശത്രുക്കളെ തോൽപ്പിക്കണം. സോ മുകളിൽ ചെന്നിട്ട് എത്രയും പെട്ടെന്ന് അവരെ നേരിടാൻ പോകുന്നതായിരിക്കും ഒരു നല്ല പ്ലാൻ. ഗോൾഡ്ബർഗും ഇപ്പോൾ പറയുന്നുണ്ട്, അവന്മാർ ഇമ്മോർട്ടൽ ആണെങ്കിലും അവന്മാരെ തറവറ്റിക്കാൻ എന്തെങ്കിലും വഴി കാണുമല്ലോ. ട്രാപ്പ് ചെയ്യുകയോ ഇടിച്ച് ചതയ്ക്കുകയോ അല്ലെങ്കിൽ നമുക്ക് അവന്മാരെ അങ്ങ് തിന്നു കളയാം.
ഗബാൻ ഇപ്പൊ ഇങ്ങനെ ചിരിച്ചോണ്ട് പറയുന്നുണ്ട്, പിന്നെ അല്ല, എന്തായാലും നമുക്കൊരു കൈ നോക്കിക്കളയാം. സോ നമ്മളിപ്പോ മുകളിലേക്ക്, അതായത് സൺഡർലമിലേക്ക് എത്താറായി എന്ന് ഹാജറുദ്ദീൻ വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഒരു വലിയ ശബ്ദത്തോടുകൂടി ഈ ലിഫ്റ്റ് സൺഡർലമിൽ അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ അവിടെ നടക്കുന്ന സംഭവങ്ങൾ കണ്ടിട്ട് ഹാജറുദ്ദീനും ടീമും ഒക്കെ അന്തം വിടുന്നുണ്ട്. കില്ലിംഗ്ഹാമിന്റെ മോൺസ്റ്റേഴ്സിന്റെ വിളയാട്ടമാണ് അവിടെ. ഇതിപ്പോ ഞാൻ ചിന്തിച്ചതിലും അപ്പുറമാണല്ലോ എന്ന് ഹാജറുദ്ദീൻ പറയുന്നു. ഈ പേടി സ്വപ്നങ്ങളിൽ നിന്നുണ്ടാവുന്ന ഈ മോൺസ്റ്റേഴ്സിന് ഒരു അന്ത്യം ഇല്ല എന്ന് ഇവർ ചോദിക്കുന്നു. ഇപ്പോൾ ഉടനെ ഇവർ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ജയന്റ് വാരിയർ പൈറേറ്റ്സിന്റെ ആ കപ്പൽ ദ ഗ്രേറ്റ് ഐറിക്ക് അവിടെ തറയിൽ തകർന്നു കിടന്ന് കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗബാൻ ഇപ്പോൾ പറയുന്നുണ്ട്, ഡോറിയും ബ്രോഗിയും ബാക്കിയുള്ളവരും ഒക്കെ ആ കപ്പലിൽ നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോ ലക്ഷണം കണ്ടിട്ട് ഈ മോൺസ്റ്റേഴ്സ് അവരെ കീഴ്പ്പെടുത്തി എന്നാണ് തോന്നുന്നത്. അങ്ങനെ സംഭവിക്കാൻ ഒരു വഴിയില്ല എന്നിപ്പോൾ ഹാജറുദ്ദീൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഉടനെ ഒയ്മോ കാശി ടീമിലെ കാശി അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. അവൻ ചോദിക്കുന്നുണ്ട്, ഹാജറുദ്ദീൻ നീ വന്നോ? ഹാജറുദ്ദീൻ ഇപ്പോൾ പറയുന്നുണ്ട്, കാശി സാൻ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, സന്തോഷം, ഞങ്ങൾ അണ്ടർവേൾഡിലായിരുന്നു. പ്ലീസ് ഇപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്നൊന്ന് പറയാമോ? കാശി ഇപ്പോൾ പറയുന്നുണ്ട്, കേട്ടാ വിശ്വസിക്കാൻ പാടുള്ള കുറെ കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നത്, ഞാൻ എല്ലാം പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ഇപ്പോൾ അങ്ങനെ കാശി എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടെ കേട്ടിട്ട് ഹാജറുദ്ദീൻ ചോദിക്കുന്നുണ്ട്, എന്തോന്ന് ക്യാപ്റ്റൻ ഡോറിയും ക്യാപ്റ്റൻ ബ്രോഗിയും കൂടെ ജാറുൽ സമയനെ കൊല്ലാൻ പൊക്കോണ്ടിരിക്കുകയാണെന്നോ? ഇപ്പോൾ ഡീമൻസ് ആയിട്ടുള്ള ഡോറിയും ബ്രോഗിയും പിന്നെ ഡോമി റിവേഴ്സിൽ പെട്ട ബാക്കി ജയൻസും ഒക്കെ കൂടെ ജാറിലുള്ള വില്ലേജിന് നേരെ പാഞ്ഞു പൊക്കോണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഇവരുടെ മുന്നിൽ ഓടുന്ന നോർമലായിട്ടുള്ള ജയൻസ് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, പ്ലീസ് ആരെങ്കിലും ഇവരെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യൂ, ഇവരുടെ എല്ലാ സ്വബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഗേഡ് ആണെങ്കിൽ ഇപ്പോൾ കാഷിയോട് ചോദിക്കുന്നുണ്ട്, കാഷി സാൻ അപ്പോൾ കുട്ടികളുടെ കാര്യമോ? കാഷി ഇപ്പോൾ പറയുന്നുണ്ട്, റിപ്ലയും ബാക്കിയുള്ളവരും കുട്ടികളുടെ പുറകെ പോയിട്ടുണ്ട്, പക്ഷെ ഇതുവരെയും അവരെ സേവ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള വിവരമൊന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുട്ടികൾ ഏത് നിമിഷവും പോർട്ടിൽ എത്തിച്ചേരാം. ഇപ്പോൾ പെട്ടെന്ന് റോഡിനെ ഇവരുടെ കൂടെ ശ്രദ്ധിച്ച കാഷി ആ സത്യം അവനോട് പറയുന്നുണ്ട്. അതായത് ആ ബന്ദിയാക്കപ്പെട്ട കുട്ടികളിൽ റോഡിന്റെ അനിയനായിട്ടുള്ള ബ്യോണും ഉണ്ട്. ഇപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് റോഡ് അങ്ങാകെ വല്ലാതാവുന്നുണ്ട്. എന്നിട്ട് അവനിപ്പോൾ നേരെ അവന്റെ അനിയനെ രക്ഷിക്കാനായിട്ട് ഓടുകയാണ്. ഗേഡ് ഇപ്പോൾ പറയുന്നുണ്ട്, ഞാനും അവനൊപ്പം പോവുകയാണെന്ന്. ഗോൾഡ്ബർഗ് പറയുന്നു, ഞാനും വരുന്നു എന്ന്. സോ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇപ്പോൾ റോഡിന് പുറകെ വെച്ച് പിടിക്കുകയാണ്. സാഞ്ചി ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ഹേ കാഷി, ഇവിടെ ഈ സ്കൂൾ എവിടെ ആയിട്ടാ? നാമിസാനും ബാക്കിയുള്ളവരും അതിന്റെ അടുത്ത് എവിടെയോ ആണെന്നാ തോന്നുന്നത്. കാഷി ഇപ്പോൾ സാഞ്ചിയെ ഇങ്ങനെ കയ്യിൽ പൊക്കി എടുത്തിട്ട് കാണിക്കുന്നുണ്ട്, ദേ അവിടെ ആ തീ കത്തുന്നത് കണ്ടോ? ഇവിടുത്തെ സ്കൂളും ലൈബ്രറിയും ആ നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ കത്തിയെന്ന് സാഞ്ചി ചോദിക്കുന്നു. ഇപ്പൊ ഈ സ്കൂള് കത്തിയ കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സോറോ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഡോറിക്കും ബ്രോഗിക്കും സമനില തെറ്റി അവര് ഡീമൻസ് ആയി മാറി എന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ, അങ്ങനെയാണെന്ന് കാശി പറയുന്നു. അതേപോലെ തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെല്ലണം, ജാറുൽ സമയുടെ ജീവൻ അപകടത്തിലാണെന്നും കാശി പറയുന്നുണ്ട്. ഇപ്പോൾ 8-ാം നമ്പർ മരക്കൊമ്പിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റൂട്ട് മാപ്പ് നമ്മളെ കാണിച്ചിട്ടുണ്ട്. കുട്ടികൾ ആ പോർട്ടിലേക്ക് പോകുന്നതും അതേപോലെ തന്നെ ജാറിലുള്ള ആ വില്ലേജിലേക്ക് ഡോറിയും ബ്രോഗിയുടെ ആ ടീം പോകുന്നതും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ വാൾഡ്ര സ്കൂളും ഔൾ ലൈബ്രറിയും ഒക്കെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ജിംബെ, ഉസോപ്പും നാമിയും റോബിനും ഒക്കെ ഇപ്പോഴും ഗുങ്കോയുടെ ആ ഒരു ട്രാപ്പിൽ പെട്ടിങ്ങനെ കിടക്കുകയാണ്. റോബിന്റെ ദേഹത്താണെങ്കിൽ ആ സോമേഴ്സിന്റെ മുള്ളെല്ലാം ഇങ്ങനെ ചുറ്റിയിരിക്കുകയാണ്. അവളിപ്പോ പറയുന്നുണ്ട്, ലൈബ്രറി കത്തിക്കൊണ്ടിരിക്കുക. ജിംബെ ആണെങ്കിൽ പറയുന്നുണ്ട്, താഴേക്ക് പോയ ചോപ്പർ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അതേപോലെ തന്നെ ബ്രൂക്കും പെട്ടെന്ന് എന്തോ ആലോചിച്ചിട്ട് എങ്ങോട്ടേക്കോ ഓടിപ്പോയി. നാമി ഇപ്പൊ അവിടെ കിടന്ന് അലറി വിളിക്കുന്നുണ്ട്, ആ കുട്ടികളെ അവന്മാർ ഇവിടുന്ന് ഏത് നിമിഷവും കടത്തിക്കൊണ്ടു പോകും, ആരെങ്കിലും വന്ന് ഈ ആരോസിന്റെ ട്രാപ്പ് ഒന്ന് അഴിച്ചുവിട്. ഉസോപ്പ് ഇപ്പൊ അവിടെ ഇരുന്ന് അലറി വിളിച്ചു പറയുന്നുണ്ട്, മാസ്റ്റർ ഡോറി, മാസ്റ്റർ ബ്രോഗി, എന്നാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഗതി വന്നല്ലോ, നിങ്ങളെ ഈ അവസ്ഥയിൽ കാണുന്നത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഡോറിയും ബ്രോഗിയും അവരുടെ ടീമും ജാറിലുള്ള പടിഞ്ഞാറൻ വില്ലേജിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വാ, നമുക്ക് ജാറുലിനെ കൊല്ലാമെന്നൊക്കെ ബ്രോഗി ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന നോർമൽ ജയൻസ് ഇപ്പോൾ വിളിച്ചു പറയുന്നുണ്ട്, ക്യാപ്റ്റൻസ് പ്ലീസ് ഇതൊന്ന് അവസാനിപ്പിക്കൂ, നിങ്ങളുടെ സ്വബോധത്തിലേക്കൊന്ന് തിരിച്ചുവാ. ഇപ്പോൾ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി പോയ ടീം, അതായത് റിപ്ലിയും ഒയ്മോയും ബാക്കി ജയൻസും ഒക്കെ കുട്ടികളുടെ പുറകെയുള്ള ഓട്ടത്തിലാണ്. മക്കളെ അവിടെ നിൽക്കിയെന്ന് ഇപ്പോൾ റിപ്ലി വിളിച്ച് പറയുന്നുണ്ട്. ഒയ്മോ ആണെങ്കിലും പറയുന്നു, നാശം, ഈ മോൺസ്റ്റേഴ്സ് നമ്മുടെ വഴി ബ്ലോക്ക് ചെയ്യുകയാണല്ലോ. പിള്ളേരിപ്പോൾ ഇങ്ങനെ വരി വരിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതിലേതോ ഒരു കൊച്ചിങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, പോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ കാര്യം തീർന്നു. കോളോൺ ഇപ്പോൾ തിരിഞ്ഞു നോക്കി ആ കൊച്ചിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ കിടന്ന് മോങ്ങാതെ, നിങ്ങളൊക്കെ എൽബാഫിലെ വാരിയേഴ്സ് തന്നെയല്ലേ? പടിഞ്ഞാറൻ വില്ലേജിലുള്ള ജയൻസ് ഇപ്പോൾ വന്ന് ജാറുലിനോട് പറയുന്നുണ്ട്, ജാറുൽ സമ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടി രക്ഷപ്പെടണം. ക്യാപ്റ്റൻ ഡോറിയുടെയും ബ്രോഗിയുടെയും ഇപ്പോഴുള്ള ഒരു അവസ്ഥയിൽ അവരെ ആർക്കും തൊടാൻ പോലും പറ്റില്ല. ജാറുൽ ഇപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം, ഞാൻ ഒരിക്കലും പേടിച്ച് പിന്മാറാൻ പോകുന്നില്ല. എനിക്ക് എൽബാഫിലുള്ള എല്ലാവരോടുമായിട്ടും ചില കാര്യങ്ങൾ പറയാനുണ്ട്. ജാറുൽ ഇപ്പോൾ ട്രാൻസ്പോണ്ടർസിനെ ലോൺ ആക്കിയിട്ട് എൽബാഫ് മൊത്തത്തിൽ ഒരു മെസ്സേജ് കൊടുക്കാൻ പോവാണ്. സോ ഇനിയിപ്പോൾ ജാറുലിന്റെ ആ സ്പീച്ചാണ്, അതിങ്ങനെയാണ്.
എൽബാഫിലുള്ള എല്ലാവരും കേട്ടോളൂ. എൻ്റെ ജീവൻ പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്. വളരെ കാലങ്ങൾക്ക് മുമ്പ് നമ്മളുടെ പ്രിയങ്കരനായ രാജാവ് ഹരാൾഡ് ഈ എൽബാഫ് വേൾഡ് ഗവൺമെന്റിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ഈ ലോകത്തുള്ള ബാക്കി എല്ലാ ആൾക്കാരോടും ഒപ്പം നമ്മൾ ജയൻസും ഒത്തൊരുമയിൽ സമാധാനത്തോടെ ജീവിക്കണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. പക്ഷെ 14 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു നശിച്ച ദിവസം ആ മനുഷ്യൻ ചതിക്കപ്പെട്ടു, തഴയപ്പെട്ടു. നമ്മൾ ഓരോരുത്തരും ചതിക്കപ്പെട്ടു. ഇപ്പൊ ഇങ്ങനെ ഓരോരുത്തടത്ത് നിൽക്കുന്ന ജയൻസ് ഒക്കെ ജാറിൽ എന്താണ് പറയുന്നതെന്ന് ആകാംക്ഷയോടെ കേട്ടോണ്ട് നിൽക്കുകയാണ്. ഇമു പൊസസ് ചെയ്ത ഗുങ്കോയും ഇപ്പൊ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇത് ശ്രദ്ധിക്കുകയാണ്. ജാറിൽ ഇപ്പോൾ തുടർന്ന് പറയുന്നുണ്ട്, ഞാൻ അന്ന് എല്ലാം നേരിൽ കണ്ടതാണ്. ആ ചെകുത്താൻ അതാണ് ഹരാൾഡിനെ കൊന്നത്. അത് നമ്മളുടെ സോൾജിയേഴ്സിനെ എല്ലാം ഒരു ദയയുമില്ലാതെ കൊന്നു തള്ളുന്നത് ഞാൻ എൻ്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാണ്. നമ്മളുടെ ഈ എൽബാഫ് ആ ചെകുത്താന്റെ കൺട്രോളിലാവാതിരിക്കാനായിട്ട് ഹരാൾഡ് അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു. അതിനോട് അവസാനം വരെയും അദ്ദേഹം പൊരുതി. ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. ഇപ്പോൾ ഇത് കേൾക്കുന്ന ജയൻസ് ഒക്കെ ഞെട്ടുന്നുണ്ട്. രാജാവിനെ കൊന്നത് ലോക്കിയാണെന്നാണ് ഞങ്ങൾ കരുതിയതെന്നൊക്കെ അവർ പറയുന്നു. ജാറിൽ ഇപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഈ സത്യങ്ങളൊക്കെ അന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ജനങ്ങളെല്ലാം കൂടി രാജാവിന് വേണ്ടി പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയേനെ. എൽബാഫ് എങ്ങനെ ആകരുതെന്ന് ഹരാൾഡ് ആഗ്രഹിച്ചോ ആ രീതിയിൽ യുദ്ധക്കൊതിയന്മാരുടെ ഒരു രാജ്യമായിട്ട് നമ്മുടെ ഈ എൽബാഫ് വീണ്ടും മാറിയേനെ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സത്യങ്ങളെല്ലാം മൂടി വെച്ച് ഇതുവരെയും ഒന്നും മിണ്ടാതിരുന്നത്. പിന്നെ ലോക്കിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ എൽബാഫിന്റെ മുഴുവൻ ദേഷ്യവും ഒറ്റയ്ക്ക് ചുമലിലേറ്റിക്കൊണ്ട് അവന്റെ അച്ഛനും മരിച്ചുപോയ മറ്റു പടയാളികൾക്കും വേണ്ടി പ്രതികാരം ചെയ്യാൻ അവൻ കടലിലേക്ക് ഇറങ്ങി. അങ്ങനൊരു മണ്ടൻ, ഒറ്റബുദ്ധിയാ അവൻ. പക്ഷെ നമ്മുടെ ലോക്കി അവൻ നിരപരാധിയാണ്. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് കേട്ടിട്ട് ഇപ്പോൾ ജയൻസ് ഒക്കെ ഞെട്ടുന്നുണ്ട്. സോറോ ആണെങ്കിൽ ഇപ്പോൾ പറയുന്നുണ്ട്, കഥയിൽ ജാറിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയെങ്കിലും ഈ അവതരിപ്പിച്ച രീതി കൊള്ളായിരുന്നു എന്ന്. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഹാജറുദ്ദീന്റെ തോളത്തിരുന്നാണ് സോറോ ഇത് പറയുന്നത്. ഇപ്പോൾ ഹാജറുദ്ദീൻ പറയുന്നുണ്ട്, പക്ഷേ പുള്ളി ആ പറഞ്ഞ കഥയിൽ ലോക്കിയെ കുറച്ച് കൂടുതൽ പുകഴ്ത്തുന്നത് പോലെയായിരുന്നു എന്ന്. ജാറിൽ ഇപ്പോൾ വീണ്ടും പറയുന്നുണ്ട്, അന്ന് 14 വർഷങ്ങൾക്ക് മുമ്പ് അവര് പ്രതീക്ഷിച്ച ഫലം കിട്ടാത്തത് കൊണ്ട് തന്നെ ശത്രുക്കൾ ഈ പദ്ധതി എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ ഇപ്പോൾ അവർക്ക് വീണ്ടും നമ്മൾ ജയൻസിന്റെ ശക്തി ആവശ്യം വന്നിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. അത് നേടിയെടുക്കാനായിട്ട് വീണ്ടും അവർ ഈ എൽബാഫിൽ കാലുകുത്തിയിരിക്കുകയാണ്. 3 ചെകുത്താന്മാർ ഈ രാജ്യത്തെ ഇപ്പോൾ അവരുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗുങ്കോയും സോമേഴ്സും ഗില്ലിംഗ്ഹാമും കൂടി ഇങ്ങനെ ജയിച്ചു എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ്. സോമേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ പറയുന്നുണ്ട്, ഈ മിഷൻ ഇപ്പം നമ്മൾ ഏതാണ്ട് കംപ്ലീറ്റ് ചെയ്തതുപോലെയാ, ഇനി എനിക്ക് വേണമെങ്കിൽ ഒന്ന് മയങ്ങാം. അപ്പോഴാണ് ജാറിൽ ഇനി ഇവിടെ വന്നിരിക്കുന്ന ശത്രുക്കളോട് 4 വാക്ക് ഈ ഡണ്ടൻ മുഷി കൂടെ പറയാൻ തുടങ്ങുന്നത്. എടാ ചെകുത്താൻ കഴിവറ മക്കളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്ന് കണ്ടാലേ പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഞങ്ങളുടെ ചരിത്രവും പാരമ്പര്യവും ഒക്കെ വിട്ടുകൊടുക്കാൻ തയ്യാറാകും. അത് ശരി തന്നെ. പക്ഷേ ഞങ്ങളുടെ പിള്ളേരെ മുന്നിൽ നിർത്തി ഞങ്ങളെയൊക്കെ മാനസികമായിട്ട് തളർത്തി നിന്റെയൊക്കെ പ്ലാൻ അങ്ങ് നടത്തിയെടുക്കാമെന്നാണ് നീയൊക്കെ ചിന്തിക്കുന്നതെങ്കിൽ നിനക്കൊക്കെ തെറ്റിയടാ മക്കളെ. ഭൂമിയോളം താഴ്ന്നു തരുമ്പോൾ പിന്നെ അവിടുന്ന് പാതാളത്തിലോട്ട് ചവിട്ടി താഴ്ത്താൻ നോക്കുന്ന നിന്റെയൊക്കെ പരിപാടി ഉണ്ടല്ലോ, അത് സഹിച്ചു നിൽക്കാൻ ഹരാൾഡിന്റെ അത്രയും ക്ഷമ ഞങ്ങൾക്കില്ല. പിന്നെ കുറച്ചു മുന്നേ ഞങ്ങളെയൊക്കെ കയറി അങ്ങ് ഭരിക്കുമെന്നോ അടിമകളാക്കുമെന്നോ ഒക്കെ നീയൊക്കെ പറയുന്ന കേട്ടല്ലോ. എവിടെ വന്ന് നിന്ന് ആരെക്കുറിച്ചാണ് നാവിട്ടടിക്കുന്നതെന്ന് മറന്നുപോയടാ നീയൊക്കെ. ഈ ബ്രോഡ്കാസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുന്ന എൽബാഫിലെ കുഞ്ഞുമക്കളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. മക്കളെ, നിങ്ങൾ കുറച്ച് നേരത്തേക്കൊന്ന് ചെവി ഒത്തിക്കണേ. സോ ഗൈസ്, ഇപ്പം ഇത് വായിക്കുന്ന നമ്മളെ പോലെ തന്നെ ജാറുളിന്റെ ഈ സ്പീച്ച് കേട്ടിട്ട് ആകെ എക്സൈറ്റഡ് ആയിട്ട് ഉസോപ്പ് ഇരുന്ന് പറയുന്നുണ്ട്. അത് തന്നെ ജാറുൾ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക അവന്മാരെടുത്ത്. ഞാൻ ആരാധിക്കുന്ന ഈ എൽബാഫ് ആരുടെ മുന്നിലും തലകുനിക്കില്ലെന്ന് പറഞ്ഞു കൊടുക്ക്. ജാറുൾ ഇപ്പോൾ തുടർന്ന് പറയുന്നുണ്ട്, അതായത് ഇവിടുത്തെ ആ ഹാർലി ടെക്സ്റ്റിൽ പറയുന്നത് പോലെ ഈ ലോകം ഇനി എന്നെങ്കിലും ചിതറി പല ഭാഗങ്ങളായി പോവുമെങ്കിൽ ഞങ്ങൾ എൽബാഫ് ദാ ഇവിടെ വെച്ച് വേൾഡ് ഗവൺമെന്റിനെ ഞങ്ങളുടെ ശത്രുവായി പ്രഖ്യാപിക്കുകയാണ്. നീയൊക്കെ എന്താടാ വിചാരിച്ചേ? കുറച്ച് മുള്ളും പിന്നെ റിവേഴ്സി മന്ത്രവാദവും അതേപോലെ തന്നെ കുറച്ച് ഇല്യൂഷനും ഒക്കെ കാണിച്ച ഞങ്ങളൊക്കെ കൂടെ വന്ന് നിന്റെയൊക്കെ മുന്നിൽ കുനിഞ്ഞു നിൽക്കുമെന്നു. എൽബാഫ് വാരിയേഴ്സ് ഡാ. ഇമു ഇപ്പൊ ഇങ്ങനെ ചിറകൊക്കെ വിരിച്ച് എയറിൽ നിൽക്കുന്നുണ്ട്. എങ്ങനെ നോക്കിയാലും എയറിലാണിപ്പോ. സോറോ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നിയ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, കിളവൻ കിടിലമാണല്ലോ, എനിക്ക് പുള്ളിയെ ഇഷ്ടപ്പെട്ടു എന്ന്. ഹാജറുദ്ദീൻ ഇപ്പൊ പറയുന്നുണ്ട്, അങ്ങേരാരാന്ന് വിചാരിച്ചിട്ടാ 300 വർഷങ്ങൾക്ക് മുമ്പ് ഈ കടലിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മനുഷ്യനായിരുന്നു അയാള്. ജാറിൽ എന്നെ സുമ്മാവാ. ജാറിൽ ഇപ്പൊ വിളിച്ചു പറയുന്നുണ്ട്, ഞങ്ങളൊന്നും നിന്റെ ഒന്നും മുന്നിൽ തല കുനിക്കാൻ പോകുന്നില്ലടാ. എൽബാഫിലെ വാരിയേഴ്സ് നിങ്ങളെല്ലാവരും എന്തു പറയുന്നു? അങ്ങനെ തന്നെ ഫുൾ സപ്പോർട്ട് ജാറുൽ സമ എന്ന് പറഞ്ഞപ്പോൾ ജയൻസ് ഒക്കെ ആകെ മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനൊരു സ്പീച്ച് കേട്ട് കഴിഞ്ഞാൽ ആരാണ് മോട്ടിവേറ്റഡ് ആവാത്തത്? സത്യം പറഞ്ഞിട്ടായി ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചില്ലേ?
ഉസോപ്പിനെ ഇപ്പൊ നോക്കിയാൽ കണ്ണീന്ന് ഹാർട്ട് ചിഹ്നമൊക്കെ ഇങ്ങനെ വന്നിട്ട് സന്തോഷം കൊണ്ട് ഉസോപ്പ് കരയുകയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഇതാണ് ഞാൻ സ്നേഹിച്ച എൽബാഫ്, എന്റെ എൽബാഫ് തിരിച്ചു വന്നു. നാമി ഇപ്പൊ സൈഡിൽ ഇരുന്നിട്ട് കളിപ്പിൽ പറയുന്നുണ്ട്, ഇരുന്ന് രോമാഞ്ചം അടിക്കാതെ ഈ ആരോസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി വല്ലതും കണ്ടെത്തടാ ഉസോപ്പെ. ഇപ്പോ ജാർലിന് നേരെ ഡോറിയുടെയും ബ്രോഗിയുടെയും ആ ടീം ഇങ്ങനെ പാഞ്ഞടുക്കുന്നുണ്ട്. ജാർൽ ഇപ്പോ കൂടുള്ള ജയൻസിനോട് പറയുന്നുണ്ട്, എൽബാഫിന്റെ സമാധാനം നിറഞ്ഞ ഒരു ഭാവി, അതായിരുന്നു ഹരാൾഡിന്റെ സ്വപ്നം. എന്തു വില കൊടുത്ത് നമ്മളത് പ്രൊട്ടക്ട് ചെയ്യണം. ഇപ്പോ ചുറ്റുമുള്ള ജയൻസും ജാർലും ഒക്കെ ഈ മോൺസ്റ്റേഴ്സിനോട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. ഇപ്പോ സോറോയും ഹാജറുദ്ദീനും സ്റ്റാൻസനും ഈ ഡോമി റിവേഴ്സി ജയൻസിന്റെ തൊട്ടു പിന്നാലെ ഉണ്ട്. സ്റ്റാൻസൻ ഇപ്പൊ പറയുന്നുണ്ട്, മോൺസ്റ്ററായ 2 ജയൻസിന്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പണി തീർന്നു എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് ഇതിന്റെ ഒരു മെക്കാനിസം എന്ന്. ഇപ്പോ വാൾ ഇങ്ങനെ പുറത്തേക്ക് എടുത്തുകൊണ്ട് സോറോ പറയുന്നുണ്ട്, എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ടെന്ന്. സോ ഇപ്പോൾ ആ പ്ലാൻ എന്താണെന്ന് നമുക്ക് അടുത്ത ആഴ്ച അറിയാം. സോ ഗൈസ്, ഇപ്പോൾ ഇതൊരു റീക്യാപ്പ് ചാപ്റ്റർ ആയിരിക്കുമെന്ന് സ്പോയിലേഴ്സിലൊക്കെ പറഞ്ഞെങ്കിലും ജാറുളിന്റെ സ്പീച്ച് ഒരു അസാധ്യ ഐറ്റം ആയിരുന്നു. അത് ഈ ചാപ്റ്ററിന്റെ ആ ഒരു റേഞ്ച് തന്നെ മാറ്റി എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക. നമ്മളുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്പം നെക്സ്റ്റ് വീക്ക് കാണുന്നവരേക്കും ബൈ ബൈ.